സോ അങ്ങനെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 കംപ്ലീറ്റ് ആയി. ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാം, കാരണം സീസൺ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് 3 എപ്പിസോഡൊക്കെ ഞാൻ ഫോളോ ചെയ്തു. പിന്നീട് എല്ലാം കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് കാണാമെന്നായിരുന്നു. സോ അങ്ങനെ കണ്ടു കഴിഞ്ഞു. വാട്ട് എ സീസൺ മാൻ, കിഡിലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലായിരുന്നു. ആ ഒരു ഫസ്റ്റ് സീസണിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ ഒരു എൻ്റെ സീസണിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും ഇപ്പം ക്യാരക്ടേഴ്സിന്റെ ആയാലും അല്ലെങ്കിൽ ആ ടൈം ജമ്പ്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡ്രാഗൺസിന്റെ കാര്യം വരുവാണെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ട് ആ ഡ്രാഗൺ ഫൈറ്റും കാര്യങ്ങളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റീസ്, അതായത് ആ ഒരു പ്രൊഡക്ഷനിലായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യം സീസൺ 1 ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു. ആൻഡ് സീസൺ 2 വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൺ ഓഫ് ദ കിഡിലം സീസൺ ആയിരുന്നു. അതായത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ തന്നെ സീസൺ 2 എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷന്റെ കറന്റ് പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയാലും അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ആയാലും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടൊന്നുമല്ല, ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പോൾ ഒരു ക്യാരക്ടേഴ്സിന്റെ ആയാലും ഡ്രാഗൺസിന്റെ ആയാലും വാർസ് ആയാലും എല്ലാ കാര്യങ്ങളും ഇൻ കേസ് ആ ഒരു ആർമിയിലെ പോലും ഇപ്പൊ നിങ്ങൾ ആ ഫിനാലെ കണ്ടു കാണും, അത് എൻഡ് ചെയ്യുന്നത് പോലും അങ്ങനെ വലിയ ആക്ഷൻ സീക്വൻസിലോ വാറിലോ ഒന്നും അല്ല. ക്യാരക്ടേഴ്സിന്റെ ആ ഒരു കറന്റ് പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ പല ഹൗസസ് ആർമീസ് ഒക്കെ വരുന്നുണ്ട്, സോ ഇനിയാണ് വാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, സോ അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഒരു എൻറ്റയർ സീസൺ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു എൻറ്റയർ സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു, ഒരു അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് സീസൺ 2 പോയിന്റ് ഔട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കിടിലൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രാഗൺസിന്റെ ഫൈറ്റും പുതിയ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന്റെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും കുറെ കിടിലം വിഷൻസും, സോ അങ്ങനെ മിക്സ് ഓഫ് ആയിട്ടുള്ള ഒരുപാട് കിടിലം സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സീസൺ ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര രോമാഞ്ചം തന്നെന്ന് പറയുന്നത് സീസൺ 7 ആൻഡ് സീസൺ 8 തന്നെയാണ്. അതിൽ സീസൺ 7 ലാസ്റ്റ് ഒരു സീൻ ഉണ്ട്, ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, കാണാത്ത ഒരുപാട് പേരുണ്ട്. ആ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് എൻറ്റയർ സീസണിലെ എല്ലാ എപ്പിസോഡിനെ വെച്ച് നോക്കിയാലും ആ ഒരു തട്ട് താന്നു തന്നെ ഇരിക്കും. കാരണം അമ്മാതിരി കിടിലം രോമാഞ്ച ഫിക്ഷൻ ഓഫ് സീനാണ്. ഒന്നുമില്ല, ചില ഡ്രാഗൺസിന്റെ മീറ്റപ്പ് ആണ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വേഗാറ് വരെ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും അമ്മാതിരി സീനായിരിക്കും എന്നുള്ള കാര്യം. ആൻഡ് ഫിനാലെ തന്നെ, ഇപ്പൊ ഫിനാലെ ഞാൻ കണ്ടായിരുന്നു, ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആ ഒരു വാറും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ സീക്വൻസ് ആയിട്ടൊന്നും അല്ല, ഒരു സിമ്പിൾ ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ വാറിന് മുമ്പുള്ള ഒരു പ്രിക്കോഷൻസ് പോലെ കുറെ കാര്യങ്ങൾ കാണിച്ചാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു എൻറ്റയർ സീസന്റെ പ്രസന്റേഷൻ ആ ഒരു സ്റ്റൈലാണ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ മൂവ്മെന്റും അല്ലെങ്കിൽ അവർ എന്താണ് എപ്പോൾ ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സീസൺ തൊട്ട് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല മൂവ്മെന്റ്സ് ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തായിരിക്കും. സോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഗെയിമാണ്. സോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു സീസൺ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഫിനാലയിലെ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ആ ഒരു മ്യൂസിക്കുമായിട്ടുള്ള കുറെ സീക്വൻസ് ഉണ്ട്, ആ ഒരു വാറിന് മുമ്പുള്ള മാൻ, അതൊക്കെ കിഡിലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആയിട്ടുമായിരുന്നു. എടുത്തു പറയുന്ന കാര്യം ആ മ്യൂസിക് ആയിരുന്നു. കാരണം ആ ഒരു മ്യൂസിക് ആ ഒരു എൻറ്റർ സീന് തന്നിട്ടുള്ള ഒരു റൊമാൻറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു ഫിനാലയിലെ ആ ഒരു എൻഡ് സീക്വൻസ് എന്നൊക്കെ പറയുന്നത് തീ ആയിട്ടുമായിരുന്നു. ആൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സീനാണ് ഹാലൻ ഹോളിൽ വെച്ചിട്ടുള്ള ഒരു വിഷൻ. ആ ഒരു വിഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു ഗെയിം ഓഫ് ത്രോൺസിന്റെ കണക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ വിഷൻ വാസ് ലൈക്ക് എന്റെ മോനെ, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിനൊക്കെ കാണിക്കുന്നതും ചില വിഷൻസ് ഒക്കെ പോളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ട് വരുന്നത്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, പക്ഷെ ഇത് കുറച്ച് കുറയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ തോന്നിയത് നമ്മുടെ ഡയമണ്ട് ആ ഒരു വിഷൻ ആയിരുന്നു. കാരണം പുള്ളിക്കാരന്റെ സ്റ്റാർട്ടിംഗ് വിഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ആ വിഷൻസിനെ കണക്ട് ചെയ്യുന്നതും ഓരോ സിറ്റുവേഷൻസ് കഴിയുമ്പോൾ തന്റെ വിഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നീട് അതിനെ കണക്ട് ചെയ്ത് പിന്നീട് അങ്ങനെ ഒരു സീരീസിന്റെ ആയാലും അതിനുശേഷം കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ഓവറായിട്ട് പോകുന്ന പോലെ ഫീലായി. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആകെ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു എൻ്റെ സീസണിൽ തോന്നിയത്. പക്ഷെ ബാക്കിയെല്ലാം വാസ് പൊളിയായിരുന്നു. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഫസ്റ്റ് സീസണിൽ കേട്ടത് ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രാഗൺ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതാണ്. പക്ഷെ ഈ ഒരു സീസണിൽ ആ ഒരു ഡ്രാഗൺ ഫൈറ്റ് വേഗാറ് വരുന്നതും അതിന്റെ ഇടയ്ക്കുള്ള ഡ്രാഗൺ ഫൈറ്റും എന്റെ പൊന്നും അതൊക്കെ പൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സീസൺ 3 നമ്മൾ ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ള ഐറ്റംസ് ആണ്, അത് ഷുവർ ആണ്. കാരണം നിങ്ങൾ സീസൺ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷെ ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഡ്രാഗൺസ് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ റൈഡേഴ്സ് ഒക്കെ ആരാണ്. സോ നമ്മളിനി കാണാൻ പോകുന്ന ചെറിയൊരു ഡ്രാഗൺ ഫൈറ്റ് ഒന്നും അല്ല. ആൻഡ് പിന്നീട് എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഒരു എൻറ്റയർ സീസന്റെ ഒരു പ്രൊഡക്ഷനും ക്വാളിറ്റിയും മേക്കിങ്ങും പ്രസന്റേഷനും ഒക്കെ തന്നെയാണ്. കാരണം ആ ഒരു മേക്കിംഗ് വാസ് ലൈക്ക് പൊളിയായിരുന്നു. ആ ഒരു CG ആയാലും മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ഓരോ സീന്റെ എക്സിക്യൂഷൻ ആയാലും പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ചുമ്മാ ഈ ഫാസ്റ്റ് പേസ് അല്ലാതെ അല്ലെങ്കിൽ ടൈം ജമ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒരു മേക്കിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും വളരെ നൈസ് ആയിട്ട് കാണുന്ന ഓരോരുത്തർക്കും ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി CGയുടെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ ഡ്രാഗൺ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, കിടിലായിരുന്നു. ആൻഡ് ഒരുപാട് കിടിലം ക്യാമറ ഷോട്ട്സ്, ഇപ്പോൾ ഡ്രാഗൺ ഫൈറ്റ് ആയാലും അല്ലെങ്കിൽ ഉള്ള വാർ സീക്വൻസ് ആയാലും അല്ലെങ്കിൽ ചില നോർമൽ
സീക്വൻസ് ആയാലും ഒരുപാട് കിടിലം ക്യാമറ ഷോട്ട്സ് ഒക്കെ കാണാൻ പറ്റി, അതിന് ഒരുപാട് കിടിലം ഫ്രെയിംസ് ഒക്കെ കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ സീസൺ 2 കണ്ടു കഴിഞ്ഞപ്പോൾ സീസൺ 3 എത്രയും പെട്ടെന്ന് കണ്ടാൽ മതിയായിരുന്നു. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് ഇവർ സീസൺ 2 എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ്, ഒരുപാട് ഡ്രാഗൺസ്, ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ആ ഒരു സീസൺ 3 വരാനുണ്ട്. നമ്മൾ സീസൺ 2 ഫിനാലിൽ തന്നെ കണ്ടായിരുന്നു ഒരുപാട് ആർമീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വരാനായിട്ട് വാറിന് വേണ്ടിയിട്ട്. ശരിക്കും ദ വാർ ബിഗിൻസ് ഇൻ സീസൺ 3, അത്രയേ ഉള്ളൂ. സോ സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമുക്ക് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഡാം ഷുവർ. സോ അതിനുവേണ്ടി എന്തായാലും ഇനി 2-3 വർഷം വെയിറ്റ് ചെയ്യണം. എന്തായാലും 2026 27 ആയിരിക്കും അത് വരുന്നത്. സോ എന്തായാലും അത്രമാത്രം വെയിറ്റിംഗ് ആണ് ഞാൻ സീസൺ 3 വേണ്ടിയിട്ട്. ആൻഡ് സീസൺ 2 എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ആൻഡ് സീസൺ 3 കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ വാർ ബിഗിൻസ്. സോ എന്തായാലും ഓൾറെഡി സീസൺ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.